ഒറ്റയടിക്ക് അടച്ചു പൂട്ടിയത് 170 മദ്രസകൾ. വന്ന് രാജ്യത്തെ ഓരോ മുസ്ലിങ്ങളും അവർ വിശ്വസിക്കുന്ന മതം ഏതാണ് എന്ന് തെളിയിക്കണം. കുറഞ്ഞത് 5 വർഷം മുസ്ലിമാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ വഖഫ് ഭൂമി അവർക്ക് കിട്ടുകയുള്ളൂ. കൊത്തി മുറത്തിൽ കയറി കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ BJP എടുക്കുന്ന നിലപാട്. മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക, എന്നിട്ട് അടിച്ചമർത്തുക, നാടുകടത്തുക എന്നതൊക്കെയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ 170 മദ്രസകൾ പൊട്ടിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് BJP സർക്കാർ. എന്നിട്ട് ചരിത്ര നടപടി എന്ന അഭിമാനപൂർവ്വം മുഖ്യമന്ത്രി ധാമി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഇന്ത്യയെക്കുറിച്ച്. എല്ലാ നിറങ്ങളും ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ എല്ലാ ജാതി മതസ്ഥരോടുമൊപ്പം തമ്മിൽ തല്ലാതെ കഴിഞ്ഞ കാലം. ഇവിടെ മോദി BJP പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം നടത്തുന്നതുവരെ മതേതരത്വത്തിന്റെ മൂല്യം മുറുകെ പിടിച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ ജനാധിപത്യ രാജ്യമായിരുന്നു നമ്മുടേത്. എന്നാൽ ഇന്നോ പള്ളികൾ ടാർപ്പ കൊണ്ട് മൂടുക, നിന്ന നിൽപ്പിൽ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുക, മദ്രസകൾ അടച്ചു പൂട്ടുക, ആകെ മൊത്തം രാജ്യത്തെ മനുഷ്യരിൽ മതജാതി വിദ്വേഷങ്ങളെ പടർത്തിവിട്ട് അതിനിടയിൽ നിന്ന് അധികാര കസേര സ്വന്തമാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് വഖഫ് നിയമം പോലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ കുന്നുകൂടുകയാണ്. ഒരാഴ്ച കൊണ്ട് ഏകദേശം 70 മുകളിൽ ഹർജികൾ സുപ്രീം കോടതിയുടെ മേശപ്പുറത്തെത്തിയിട്ടുണ്ട്. മതപരമായ അവകാശവും സ്വാതന്ത്ര്യവും ഓരോ പൗരനും ഈ ഭരണഘടന നൽകുന്നതിനിടയിലാണ് ന്യൂനപക്ഷ വേട്ടയ്ക്ക് രാജ്യം ഭരിക്കുന്നവർ തന്നെ ഇറങ്ങി പുറപ്പെടുന്നതും പുതിയ നിയമവും ചട്ടവും തയ്യാറാക്കുന്നതും. ഇവിടെയാണ് അഡ്വക്കേറ്റ് കപിൽ സിബൽ നിർണായകമായ ഒരു ചോദ്യം ഭരണഘടനയുടെ 26-ാം ആർട്ടിക്കിൾ എടുത്തു വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. വഖഫ് നൽകണമെങ്കിൽ 5 വർഷം മുസ്ലിമാണ് എന്ന് എന്തിന് തെളിയിക്കണം? തീർത്തും പ്രസക്തമായ ചോദ്യമാണ് കപിൽ സിബൽ സുപ്രീം കോടതിക്ക് മുൻപിൽ ചോദിച്ചിരിക്കുന്നത്. മതപരമായ അവകാശങ്ങളിലേക്ക് കടന്നുകയറുകയാണ് മോദിയും BJPയും ഒക്കെ. അതും മതേതര മൂല്യം വെച്ചു പുലർത്തുന്ന രാജ്യത്താണ് എന്നുകൂടി ഓർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.